ഇന്ത്യ സഖ്യത്തിന്റെ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. മഹാരാഷ്ട്രയിലെ സീറ്റ് ചർച്ചകൾ കോൺഗ്രസ് നടത്തും. ജെഡിയു ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കും. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സീറ്റ് ചർച്ചകൾക്ക് കോൺഗ്രസ് രൂപീകരിച്ച സമിതി ഇന്ന് യോഗം ചേരും. മുകുൾ വാസ്നിക്കിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ മഹാരാഷ്ട്രയിലെ സീറ്റുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ഏതൊക്കെ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കണം, വിജയസാധ്യത അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുക. ശേഷമാകും NCP, ശിവസേന, ഉദ്യോഗപക്ഷ പാർട്ടികളുമായി ചർച്ച. ശ്രീ മുകുൾ വാസ്നിക് ചെയർമാനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായി സംസാരിക്കും. അതിനുശേഷം ആ കമ്മിറ്റി പാർട്ടി പ്രസിഡന്റിനും നേതൃത്വത്തിനും കാര്യങ്ങൾ പറഞ്ഞ് അതിനുശേഷമാണ് ചർച്ച പെട്ടെന്ന് ആരംഭിക്കും. ദില്ലിയിൽ നടക്കുന്ന JDU ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കവും ചർച്ചയാകും. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം JDU നേതൃയോഗത്തിൽ ഉയർന്നേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിതീഷ് കുമാർ നയിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന്റെ രൂപരേഖയും യോഗത്തിൽ തയ്യാറാക്കും. റിപ്പോർട്ടർ, ദില്ലി.